അതുകൊണ്ടാണ് 1-2 അധ്യായങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ മത്തായി സുവിശേഷത്തിന്റെ വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മത്തായി എന്ന സുവിശേഷത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. മത്തായി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. ലേവി എന്നും മത്തായിയെ കുറിച്ച് മത്തായിയുടെ മറ്റൊരു പേരായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പണ്ട് ചുങ്കക്കാരനായിരുന്നു, അതായത് ടാക്സ് കളക്ടർ ആയിട്ടിരുന്ന ഒരാളാണ്. അയാൾ പിന്നെ ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് ശിഷ്യനായിട്ട് മാറി എന്നുള്ളതാണ് മത്തായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മത്തായി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള യഹൂദനായിരുന്നു. യഹൂദ മതാടിസ്ഥാനത്തിൽ വളർന്നു വന്ന ആളായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വന്ന് ജനിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. അപ്പൊ യഹൂദന്മാര് വിശ്വസിച്ചിരുന്നത്, അതായത് നമ്മൾ ബൈബിളിന്റെ ആരംഭം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം അവരോടൊപ്പം സമാഗമന കൂടാരത്തിൽ വെച്ച് ജനത്തിന്റെ കൂടെ ആയിരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിനുശേഷം പലപ്പോഴായിട്ട് രാജാക്കന്മാര്, പ്രവാചകന്മാര്, അതായത് പുറപ്പാട് പുസ്തകത്തിൽ വെച്ചിട്ടാണ് ഈ സമാഗമന കൂടാരം എന്നുള്ള കൺസെപ്റ്റിലേക്ക് പഴയ നിയമത്തിൽ എത്തുന്നത്. അതിനുശേഷം ന്യായാധിപന്മാര്, രാജാക്കന്മാര്, പ്രവാചകന്മാര്, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ദൈവം ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിലെല്ലാം പലപ്പോഴായിട്ട് ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അവരവരുടേതായ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ബാക്കി ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് നമ്മൾ യഹൂദർ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പൊ ആ യഹൂദര് വിശ്വസിച്ചിരുന്നത് എന്ന് പറയുന്നത് ദൈവം അന്ന് സമാഗമന കൂടാരത്തിന്റെ ആവിർഭാവത്തിൽ അവരോടൊപ്പം ആയിരുന്ന അനുഭവത്തിൽ വെച്ച് അവർക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ഇനി അവരെ രക്ഷിക്കാനായിട്ട് ദൈവം വീണ്ടും വരും. ആ ദൈവമാണ് മശിഹ. അപ്പം മെസിഹ എന്നുള്ള ആ ഒരു ദൈവത്തിന്റെ തിരിച്ചുവരവാണ് യഹൂദ ജനം പ്രതീക്ഷിച്ചിരിക്കുന്നത്. മശിഹ എന്നുള്ളത് രാജാവാണ് എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പൊ യഹൂദന്മാരെ ആ ഒരു കാര്യം വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് മത്തായി എഴുതിയ ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ട് മത്തായി എഴുതിയിരിക്കുന്നത്. മത്തായി ഒരു യഹൂദനാണ്. അപ്പം യഹൂദന്മാര് യേശു മശിഹ അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യേശുവിനെ ക്രൂശില് കൊല്ലുന്നത്. അപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് തെറ്റിയതാണ്, കർത്താവായിരുന്നു ശരിക്കുള്ള മശിഹ, യേശു ആയിരുന്നു ശരിക്കുള്ള മശിഹ എന്നുള്ള പഠിപ്പിക്കലാണ് ഈ മത്തായി സുവിശേഷം ആദ്യം മുതൽ അവസാനം വരെയുള്ള പല രീതിയിലുള്ള കഥകളിലൂടെയും പല രീതിയിൽ അത് പറഞ്ഞിരിക്കുന്നതിലൂടെയും മത്തായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അത് നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്ന് പാലസ്തീൻ, ഇസ്രായേലിലെല്ലാം നമ്മൾ കാണുന്ന ജ്യൂസ് അല്ലെങ്കിൽ യഹൂദന്മാരെന്ന് പറയുന്നത് ഇന്നും ലോകം മുഴുവനും ചിതറിപ്പോയ ഒരു സമൂഹമാണ്. അവരിപ്പോഴും പലയിടത്തായിട്ട് ചിതറിയിരിക്കുകയും അവരെല്ലാവരും ഈ യെരുശലേമിലേക്ക് കൂടി വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരിപ്പോഴും വിശ്വസിക്കുന്നത് മശിഹ വന്നിട്ടില്ല എന്നുള്ളതാണ്. മെസ്സിഹ എന്ന് പറയുന്നത് ഇനി വരും. മെസ്സിഹ വരുന്ന സമയത്ത് അവരെല്ലാവരും ഒരിടത്തേക്ക് കൂടിച്ചേർക്കുകയും പാലസ്തീൻ അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയും അവരെ യഹൂദന്മാർക്ക് പൂർണ്ണാധികാരം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അതൊരു ചരിത്രത്തിന്റെ ദൈവനിയോഗത്തിന്റെ അവശേഷിപ്പായിട്ട് ഇന്നും അത് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് മശിഹ അല്ലെങ്കിൽ ദൈവം വിമോചകനായിട്ട് ക്രിസ്തുവിനെ ആൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തു ഇപ്പോഴും നമ്മളോടൊപ്പം എങ്ങനെയാണോ അന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളിപ്പം വിശ്വസിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നമുക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പം ഒന്നാമതായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഈ യഹൂദന്മാരുടെ ഇടയിലേക്ക് ക്രിസ്തു അല്ലെങ്കിൽ യേശുക്രിസ്തു ആണ് ശരിക്കുള്ള മശിഹ എന്നുള്ള പഠിപ്പിക്കലാണ് മത്തായി സുവിശേഷം ഏറ്റവും കൂടുതൽ പ്രസക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മത്തായി ഈ സുവിശേഷം എഴുതിയതിന്റെ ഏറ്റവും വലിയ മത്തായിയുടെ ആവശ്യം എന്നുള്ളത് യഹൂദന്മാരെ ഇത് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നാമതായിട്ട് ഈ മത്തായി സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ക്രിസ്തുവിനെ മശിഹയായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ടുള്ള വലിയൊരു പ്രത്യേകതയായിട്ട് മത്തായി സുവിശേഷത്തിന് മുഴുവനും പറയാൻ കഴിയുന്നത് മത്തായി സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈവരാജ്യം എന്നുള്ള വാക്ക് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പിന്നീട് അങ്ങോട്ട് 4-ാം അധ്യായം 5-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് ഉപമകൾ, ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് ഉപമിക്കേണ്ടു, കടുകിനോട് സദൃശ്യം അല്ലെങ്കിൽ ഉപ്പിനോട് സദൃശ്യം, അങ്ങനെയുള്ള പല കഥകൾ, മുന്തിരിത്തോട്ടത്തിന്റെ കഥകൾ, ഇങ്ങനെയുള്ള കഥകളിലൂടെ ദൈവരാജ്യം എന്നുള്ള ഒരു ലോകത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് മത്തായിയാണ്. അപ്പൊ അത് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇപ്പൊ ബൈബിൾ എന്നുള്ള ഒരു ഓവറോൾ പിക്ചർ പരിശുദ്ധാത്മാവ് ആണ് റീക്രിയേറ്റ് ചെയ്തതെങ്കിൽ മത്തായിയിലൂടെ വച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ ചരിത്രം പഠിക്കുമ്പം പഴയ നിയമ കാലഘട്ടത്തിലെ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും ഫിസിക്കലായിരുന്നു. അതായത് ഇപ്പൊ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് പറയുന്നത് ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. അത് ഫിസിക്കലായിട്ട് അവിടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
പിന്നീട് അങ്ങോട്ട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലാണെങ്കിലും ആവർത്തന പുസ്തകത്തിലാണെങ്കിലും ലേവ്യ പുസ്തകത്തിലാണെങ്കിലും ഏത് നിയമം കൊടുത്താലും ദൈവം അവിടെ അനുഗ്രഹിക്കുന്ന നീ ദേശത്തിന് അനുഗ്രഹമായിരിക്കും, നിന്റെ ആടുമാടുകള് പെരുകും, നിന്നെ ശത്രുക്കള് ഒരു വഴിയായി വരികയും 7 വഴിയായിട്ട് ചെതറിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ എവിടെയാണെങ്കിലും ദൈവാനുഗ്രഹം എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് പഴയ നിയമത്തെ അച്ചടിയായിട്ട് ഫോളോ ചെയ്തിരുന്നവരാണ് യഹൂദന്മാര് വിശ്വസിച്ചിരുന്നത്. ആ ഭൗതികമായ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ആ ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ സോവറിൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹം എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള ഒരു അനുഭവം എന്നതിൽ നിന്ന് മാറി ഒരു ഐതിഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ള ഒരു വലിയ നിത്യജീവന്റെ അനുഭവം എന്നുള്ള ഒരു വലിയ കൺസെപ്റ്റിലേക്ക് വയ്ക്കുകയാണ് ഈ സുവിശേഷം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അത് നമ്മുടെ പ്രായോഗികമായ ജീവിത രീതിയിൽ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഭകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് അവന് ഒരു ഭൗതികമായ ആവശ്യം വരുമ്പോഴാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മളെന്നുള്ളത് മാറ്റിയിട്ട് സഭയിൽ എപ്പോഴും സജീവമായിട്ട് വരാതിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അയാള് നമ്മുടെ സഭയിലെ അംഗമാണെന്ന് വിചാരിക്കുക. അയാളുടെ വീട്ടിൽ പെട്ടെന്നൊരു അസുഖം വന്നു എങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ അവൻ പിറ്റേ ആഴ്ച പള്ളിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പിറ്റേ ആഴ്ച പള്ളിയിലേക്ക് വരുന്നത് ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ രോഗത്തിന് സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ആ ഒരു കാര്യത്തെയാണ് ഞാൻ ഈ പഴയ നിയമ കാലഘട്ടത്തിലെ ഫിസിക്കൽ ആയിട്ടുള്ള സോവറിൻ ബ്ലെസ്സിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ഉയരുന്നതിന് വേണ്ടി സഭയിലേക്ക് കടന്നു വരുന്നതാണ് സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തു പ്രദാനം ചെയ്യുന്ന സുവിശേഷം എന്നുള്ളത്. അതായത് നമ്മളിപ്പം ഇവിടെ ഒരുമിച്ചിരുന്ന് ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതാണെങ്കിലോ നമുക്ക് നേരിട്ട് ഒരു ഫിസിക്കൽ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നതിന് വേണ്ടിയും അതിലൂടെ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സുവിശേഷത്തിന്റെ അനുഭവമായിട്ട് മാറുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് ശരിക്കും സുവിശേഷത്തിന്റെ ഡിഫറൻസ് എന്ന് ആ ഒരു പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയിൽ നിന്ന് പറയുന്നതാണ് മത്തായി സുവിശേഷം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം കർത്താവിനെ മശിഹ എന്ന് പ്രസന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ദൈവരാജ്യം എന്നുള്ള ഒരു വലിയ കൺസെപ്റ്റിനെ പറഞ്ഞു കൊടുക്കും. ഇത് ഒരു യഹൂദനെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു പ്രയാസകരമായ ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പം ഇത്രയും കാലം നമ്മളിപ്പോ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവവചനത്തെ ആഴത്തി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് മറ്റു സഭാവിശ്വാസങ്ങളെ വെച്ച്. എന്നിട്ട് നമ്മളിപ്പോ ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നു പോകുന്നത് പോലെ അല്ല, 400ഓളം തലമുറകളായിട്ട് ദൈവാനുഗ്രഹം എന്നുള്ളത് അവന്റെ കുടുംബത്തിലെ ആടുമാടുകൾ വർദ്ധിക്കുന്നതിലൂടെയും അവന്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിലൂടെയുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു യഹൂദന്റെ അടുത്ത് മോശയുടെ നിയമത്തെ അതേപോലെ അപ്ലൈ ചെയ്യുന്നതല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പഠിപ്പിക്കുന്നത്. അതിനാണ് ധാരാളം ഉപമകളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കർത്താവിന്റെ ഒരു വരവിനെ കുറിച്ച് എഴുതിയിരിക്കുകയൊക്കെ ചെയ്യുന്നതിന് മത്തായി ശ്രമിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമതായിട്ട് ഈ ഒരു ലൂക്കോസ് ഈ മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകതകളായിട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മൾ മത്തായി സുവിശേഷത്തിന്റെ വാക്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നിപ്പോ ഇവിടെ വായിച്ചത് 17ാമത്തെ വാക്യം മുതലാണ്. അതിൽ 1ാമത്തെ വാക്യം മുതൽ 16ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്നത് കർത്താവിന്റെ തലമുറകളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു, ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. ഇങ്ങനെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ തലമുറകളെ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് പണ്ട് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം സംശയം തോന്നിയിരുന്ന ഒരു കാര്യമാണ് എന്താണ് അതിന്റെ പ്രസക്തി എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ സംഖ്യാപുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഫുൾ ഇത് തന്നെയാണ്, എന്താണ് അതിന്റെ പ്രസക്തി എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ എഴുതിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായ 2-3 കാര്യങ്ങളുണ്ട്. വളരെ ചുരുക്കമായിട്ട് അത് പറഞ്ഞ് നമുക്ക് പോവാം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യഹൂദന്മാരോട് മശിഹ എന്ന രാജാവിനെ പ്രസന്റ് ചെയ്യുകയാണ് മത്തായി ആദ്യം ചെയ്യുന്ന ജോലി. അപ്പൊ യഹൂദന്മാരോട് മശിഹ ആയിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ മശിഹ എന്നുള്ളത് രാജാവാണ് എന്നുള്ളതാണ് യഹൂദൻ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം രാജാവാണ് എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വംശാവലി ഇവിടെ മത്തായി 1ാമതായിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന ആ വംശാവലി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു,
ദാവീദ് ശലോമോൻ രാജാവിനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബ്യാം രാജാവിനെ ജനിപ്പിച്ചു. അല്ലെങ്കിൽ യഹൂദയിൽ തുടങ്ങുന്ന ഒരു രാജകുടുംബത്തിന്റെ കണ്ണിയാണ് ക്രിസ്തു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഈ ഒരു വേദഭാഗം, ഈ ഒരു വംശാവലി മുഴുവൻ. അല്ലെങ്കിൽ അന്ന് രാജപരമ്പര നിലനിന്നിരുന്നെങ്കിൽ രാജാവായിട്ട് ജനിക്കേണ്ട ആളാണ് യോസെഫ്, അല്ലെങ്കിൽ രാജാവായിട്ട് ജനിക്കേണ്ട ആളാണ് ക്രിസ്തു, യേശു ക്രിസ്തു എന്നുള്ളത് യഹൂദനെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ഒന്നാമതായിട്ട് ഇത്തരത്തിലൊരു വംശാവലി എഴുതുന്നതിന് മത്തായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സത്യമായിട്ട്, ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇത് മൂന്നും നമുക്ക് വളരെ പരിചിതമായ പേരുകളാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യഹൂദ. യാക്കോബിന് 12 മക്കളാണ്. യാക്കോബിന്റെ 12 മക്കളിൽ നമുക്ക് അറിയുന്ന പേര് യോസഫാണ്. യോസഫിനെയാണ് പോത്തിഫറിന്റെ അടുത്തേക്ക് പോയി അവിടുന്ന് യഹൂദന്റെ അവിടുന്ന് ഫറവോന്റെ രാജാവിന്റെ അവിടേക്ക് പോവുകയും യോസഫിന്റെ തലമുറയിലാണ് പിന്നീട് യാക്കോബ് അനുഗ്രഹം കൊടുക്കുന്നത്. യോസഫിനെ അല്ല അനുഗ്രഹിക്കുന്നത്, യോസഫിന്റെ മക്കളെ യാക്കോബ് അനുഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ തലമുറ, ക്രിസ്തുവിന്റെ തലമുറയിലേക്ക് വരുന്നത് യഹൂദയാണ്. പക്ഷെ യഹൂദയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യോസഫിനെ പൊട്ടക്കിണറ്റിലെടുത്ത് എറിഞ്ഞു കളയാനായിട്ട് ആദ്യം പറയുന്നത് യഹൂദയാണ്. അത് കഴിഞ്ഞിട്ട് അവനെ അവിടെ ഇട്ട് കളയണ്ട, നമുക്കെടുത്ത് ഇവനെ വിറ്റ് അവന്റെ പൈസ മേടിക്കാം എന്ന് പറയുന്നത് യഹൂദയാണ്. യഹൂദയുടെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പേര്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഈ കിങ്സ് ജെയിംസ് വെർഷനിലെ യഹൂദ എന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ POC വെർഷനിലെല്ലാം യൂദ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ശിഷ്യന്മാരുടെ യൂദയോട് സമസാദൃശ്യത്തിലൊക്കെയാണ് യഹൂദയെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തെറ്റായ, അതായത് യോസഫിനെ ഒറ്റിക്കൊടുക്കുകയും യോസഫിനെ കൊല്ലാനും ഒക്കെ പറഞ്ഞ ഒരാളുടെ തലമുറയിൽ നിന്നാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് യഹൂദയുടെ പഴയ നിയമത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഇതേ യഹൂദ തന്നെയാണ് അടുത്ത് പട്ടിണിയായിട്ട് യോസഫിന്റെ അടുത്തേക്ക് യാക്കോബിന്റെ മക്കളെ അയക്കുമ്പോൾ ജാമ്യക്കാരനായിട്ട് നിന്നുകൊണ്ട് ഇതേ യഹൂദ യോസഫിന്റെ അടുത്ത് പോവുകയും പശ്ചാത്തപിക്കുകയും യോസഫിന്റെ മുമ്പ് കരയുകയും യോസഫിന്റെ അനിയനായ ബെന്യാമിന് പകരക്കാരനായിട്ട് അവൻ അടിമയായിക്കോളാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ യഹൂദയുടെ മോശ സ്വഭാവങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരുപാട് മോശമായ പല കാര്യങ്ങളിലും യഹൂദ ഇതിന് മുമ്പായിട്ട് ഇടപെട്ട് പോകുന്നതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ അതിനെല്ലാം ശേഷം ഒരു വലിയ പശ്ചാത്താപത്തിന്റെ അനുഭവം, ഒരു അനുതാപത്തിന്റെ അനുഭവവും, ഒരു ഏറ്റുപറച്ചിലിന്റെ അനുഭവവും, ഒരു നീതി പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവം. അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു അനിയൻ വിൽക്കാനായിട്ട് ഏൽപ്പിച്ച അതേ സാഹചര്യത്തിൽ മറ്റൊരു അനിയന് പകരം അയാൾ അടിമയായി കൊള്ളാം എന്ന് പറയുന്ന ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടാവുകയും യാക്കോബിനോട് ഏറ്റുപറയുകയും ചെയ്യുന്ന, തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ചരിത്രം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ നിന്ന് തിരിച്ചു വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരിക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഈ വംശാവലിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മറ്റൊരു കാര്യം ഞാൻ വേഗത്തിൽ പറയുന്നതാണ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, ഇതിനകത്ത് നമുക്ക് 3-4 സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേ യഹൂദയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് മുഴുവൻ പറയാതിരുന്നതാണ്. യഹൂദയുടെ ഒരു വലിയ തെറ്റ് യഹൂദ ചെയ്യുന്നത്, യഹൂദ ഒരിക്കല് ഒരു സ്ഥലം വഴി പോകുന്ന സമയത്ത് യഹൂദയെ ഒരു സ്ത്രീയെ അയാളുടെ മോന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് പറ്റിക്കുകയും ആ സ്ത്രീ പിന്നീട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട്, ഒരു തെരുവ് വേശ്യയായിട്ട് ഒരിടത്ത് കിടക്കുകയും ആ തെരുവ് വേശ്യ സ്വന്തം മരുമോളാണ് എന്ന് അറിയാതെ യഹൂദ അവളെ പ്രാപിക്കുകയും ആ തബീഥ അല്ലെങ്കിൽ ആ സ്ത്രീയിൽ യഹൂദയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം പിന്നീട് യഹൂദയുടെ ഒരു ശാപമായിട്ട് മാറുന്നുണ്ട്. ആ തെരുവ് വേശ്യയായിരുന്ന സ്ത്രീ, ആ സ്ത്രീയും ഈ ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉണ്ട്. താമർ എന്ന് പറയുന്നത് ഈ തെരുവ് വേശ്യയായിരുന്ന സ്ത്രീയാണ്. ഇനി അടുത്ത ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത് റാഹേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എരിഹോവിലെ പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന ആളാണ്. അത് നമുക്ക് സെഫന്യാവിന്റെ പുസ്തകത്തിലും യെശയ്യാവിന്റെ പുസ്തകത്തിലും നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്ത്രീ രൂത്തിനെ കുറിച്ച് നമ്മൾ നല്ലതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് രൂത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ വളരെ പോസിറ്റീവായ സ്ത്രീയാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യമുള്ളത്, രൂത്ത് എന്ന് പറയുന്നത് മൊവാബിയ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനായിരുന്ന ലോത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോത്ത് അവിടെ ആയിരുന്ന സമയത്ത്, ഊസിലായിരുന്ന സമയത്ത് ലോത്തിനെ ദൈവം രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടിക്കും. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഉപ്പുതൂണായി മാറും. ലോത്തും ലോത്തിന്റെ 2 പെൺമക്കളും മാത്രം ഒരു
ഗുഹയിൽ ചെന്ന് ഒളിച്ചു നിൽക്കും. അപ്പൊ അവിടെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ലോകത്തിന്റെ വളരെ ലോകത്ത് തിരഞ്ഞെടുത്ത ആ ജനതയുടെ കൂടെ ചേർന്ന് ലോകത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിപ്പോയ ഒരുപാട് ദൂഷ്യവശങ്ങളെ കുറിച്ചാണ് ആ ഭാഗത്തിൽ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ഈ ഗുഹയിലേക്ക് ചെന്നെത്തുകയും ഈ ലോത്തിന്റെ മക്കളിൽ നിന്ന് ലോത്തിനുണ്ടാകുന്ന മക്കളെയാണ് മൊവാബ്യർ എന്ന് പറയുന്നത്. ആ മൊവാബ്യരിൽ വരുന്ന ഒരാളാണ് ലൂത്ത്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ബത്സേബയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ദാവീദിന്റെ പട്ടാളക്കാരനായിരുന്ന ഊരിയാവിനെ കൊന്ന് അയാളുടെ സ്വന്തമാക്കുന്ന ഭാര്യയാണ് ബത്സേബ. അപ്പൊ ഇങ്ങനെ വളരെയധികം മോശം സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ധാരാളം ആൾക്കാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തില് ആർക്കെങ്കിലും സ്വന്തം പിതൃതലമുറ അല്ലെങ്കിൽ മുന്നോട്ടുള്ള തലമുറയെ തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് കഴിയുന്ന ഒരാളാണ് യേശു. ഞാൻ ആരുടെ വയറ്റിൽ വന്ന് ജനിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരുടെ തലമുറയിൽ വന്ന് ജനിക്കണം എന്നൊക്കെ ഒരുപക്ഷെ തിരഞ്ഞെടുക്കാവുന്ന ഒരാളാണ് ദൈവം. പക്ഷെ അങ്ങനെ ഒരാൾ തിരഞ്ഞെടുത്ത തലമുറ ഒരു ക്ലീൻ അല്ലെങ്കിൽ ഒരു ക്ലീൻ ചീറ്റ് തലമുറ ആയിരുന്നില്ല. മറിച്ച് ഇന്ന് ലോകത്തിലെ ഏത് നീച അവസ്ഥയിലുള്ള ആൾക്കും ചോദിച്ചു കയറുവാൻ കഴിയുന്ന അത്രയും നീചത്വം തന്റെ തലമുറയിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയ കൂടി ഈ തലമുറകളെ കുറിച്ച് എഴുതുന്നതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഒരു ലോകത്തിന് മുഴുവനുമുള്ള അക്സെപ്റ്റൻസിന്റെ സിമ്പലായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ഒരു രീതിയിലും സമൂഹത്തിനും ലോകത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ളവരാണെങ്കിലും നമുക്കും ഉള്ള സ്പേസ് ക്രിസ്തുവിലുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വംശാവലിയെ അറിയിച്ചിരിക്കുന്നതിന്റെ ഒരു കാര്യം കൂടിയായിട്ട് നമ്മൾ ഇതിനകത്ത് ഇല്ല. ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഏറ്റെടുക്കലിന്റെ അനുഭവവും നമ്മുടെ തിരുവത്താഴത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വലിയൊരു ഏറ്റെടുക്കലിന്റെ അനുഭവവും ഇവിടെയാണ് സുവിശേഷത്തിൽ തുടങ്ങുന്നത്. അച്ഛൻ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നമ്മുടെ അല്ലെങ്കിൽ സഭയുടെ പാപങ്ങൾക്ക് വേണ്ടി ആണ് അച്ഛൻ ബലിപീഠത്തിലേക്ക് കയറുന്നത്. അച്ഛൻ അവിടെ സഭയുടെ തെറ്റുകളെ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ് ജനത്തിന് വേണ്ടി കൂദാശ ചെയ്യുന്നത്. ആ ഏറ്റെടുപ്പിന്റെ അനുഭവമാണ് യോസഫ് എന്നുള്ള നീതീകരണത്തിന്റെ അനുഭവത്തിലൂടെ മത്തായി കാണിച്ചിരിക്കുന്നത്. അത് നീതിമാൻ എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുമെങ്കിലും അതിന് നമ്മുടെ സഭാവിശ്വാസത്തിനോളം ആഴമുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് യോസഫിനെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ള കാര്യം. അതിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ യോസഫ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പല പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ച ഒരു പുസ്തകത്തിൽ ഞാൻ ഒരു കഥ ഇങ്ങനെ വായിച്ചു. കഥയല്ല, അതായത് നമ്മൾക്ക് ഓർമ്മയുണ്ടാകും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീയെ, പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്ന ഒരു സ്ത്രീയെ മുന്നിലോട്ട് കൊണ്ടുവരികയും ഇവളെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം ചെയ്യുകയും ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റില്ലാത്തവൾ, ഇവളെ കുറ്റമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് തറയിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഒരു അച്ഛനോട് ഒരു ആൾ ചോദിച്ചപ്പം ആ അച്ഛൻ പറഞ്ഞത് കർത്താവ് അവിടെ JOSEF ജോസഫ് എന്ന് എഴുതുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് തെറ്റ് എന്നുള്ളതിൻ്റെ നീതീകരണത്തിൻ്റെ ഒരു വലിയ അനുഭവം യോസഫ് ക്രിസ്തുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. യോസഫ് കാണിച്ച അതേ മാതൃക അല്ലെങ്കിൽ യോസഫിലൂടെ നീതീകരിക്കപ്പെട്ട മറിയത്തിൻ്റെ അനുഭവം തന്നെയല്ലേ ക്രിസ്തു ആ വേശ്യയായ സ്ത്രീക്ക് മുമ്പിലും കാണിച്ചു കൊടുത്തത് എന്നുള്ളതാണ് യോസഫിൻ്റെ ഒരു ചൈതന്യത്തെ കാണിക്കുവാനായിട്ട് എടുത്തുപയോഗിച്ചിരിക്കുന്ന ഒരു സംഭവം. അവിടെ സ്ത്രീയുടെ തെറ്റിന് മറ്റൊരാൾ കൂടി കാരണക്കാരനാകുന്നുണ്ട് എന്ന് പറയുക മാത്രമല്ല, മറിച്ച് മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് സ്വയം നീതിമാനാകാതിരിക്കുന്നതാണ് ശരിക്കുള്ള നീതീകരണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയും കൂടി ചെയ്യണം. ആ ഒരു നീതീകരണത്തിൻ്റെ അനുഭവം യോസഫിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ക്രിസ്തു പഠിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, യോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, യോസഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരിടത്തും സംസാരിക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. പക്ഷേ യോസഫ് നീതിമാനായ മനുഷ്യനാണെന്നും പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ നീതികേടുകൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതവും കൂടിയാണ് യോസഫിൻ്റെ. കാരണം യോസഫിന് തീരുമാനങ്ങളൊന്നും പറ്റിയിരുന്നില്ല. ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ നിന്നിരുന്ന സമയത്ത് ദൈവം പറയുകയാണ് ഒരു സ്വപ്നത്തിൽ, നീ അവളെ ചേർത്ത് കൊള്ളാനായിട്ട്. സ്വന്തം മോന് പേരിടാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് പകരം ദൈവം പറയുകയാണ് നീ ഇന്ന പേരിടണമെന്ന്. അതിനുശേഷം ഓരോ തവണയും യോസഫിനോട് പറയുകയാണ് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. ഇങ്ങനെയുള്ള പറച്ചിലുകൾ ദൈവം പറയുമ്പോൾ അതനുസരിക്കുക മാത്രമാണ് യോസഫ് ചെയ്യുന്നത്. ആ വലിയ അനുസരണത്തിൻ്റെ അനുഭവം, അതായത്
ഒരു സ്വപ്നത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ദൈവികമായ ചിന്ത ഉണ്ടാകുമ്പോൾ ആ ദൈവികമായ ചിന്തയെ പൂർത്തീകരിക്കാൻ നമുക്ക് ഭൗതികമായ ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ചെയ്യുക ആ ചിന്തയെ മാറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ചിന്തയിലെ അവക്വതകളെ കണ്ടെത്തും എന്നുള്ളതാണ്. ഇത് രണ്ടും യോസഫ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഒരു രാത്രി നീ ഇങ്ങനെ സ്വീകരിക്കണം എന്ന് പറയുമ്പം സ്വന്തം ജീവിതം, അതായത് ആരുടെ കൊച്ച് ആരുടെയാണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ജീവിതം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു അനുസരണം, ആ ഒരു ദൈവീക അനുസരണം, അതാണ് യോസഫ് എന്നുള്ള മനുഷ്യനെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നത്. അപ്പം ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് നീതിമാനായ മനുഷ്യൻ, മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിച്ച മനുഷ്യൻ, മറ്റൊന്ന് ക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ കർത്താവ് ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ അനുസരണത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്ന മനുഷ്യൻ. അപ്പം ഇത്രയാണ് വളരെ ചുരുക്കമായിട്ട് ഞാൻ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് കൂടുതലും രണ്ടാമത്തെ അധ്യായം